നമസ്കാരം. ഇത് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു പ്രത്യേക ധീര വനിതയെ കുറിച്ചിട്ടാണ്. അവരുടെ പേര് വിക്ടോറിയ നുലാൻഡ് എന്നാണ്. വിക്ടോറിയ നുലാൻഡ്. ഈ വിക്ടോറിയ നുലാൻഡ് എന്ന് പറയുന്ന വ്യക്തി അമേരിക്കക്കാരിയാണ്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന അമേരിക്കക്കാരിയാണ്. അവര് അമേരിക്കൻ പല ഡിപ്പാർട്ട്മെന്റുകളിലും അതുപോലെ ഭരണത്തിനകത്തുമെല്ലാം പ്രാതിനിധ്യം വഹിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. 64 വയസ്സുണ്ട് ഇപ്പോൾ അവർക്ക്. അവര് അമേരിക്കയുടെ സ്റ്റേറ്റ് സ്പോക്സ് പേഴ്സൺ ആയിരുന്നു കുറെ നാള്. അണ്ടർ സെക്രട്ടറി ആയിരുന്നു ബൈഡൻ മിനിസ്ട്രിയിൽ 21 മുതൽ 24 വരെ. അതിനു മുമ്പേ യു എസിന്റെ അംബാസിഡർ ആയിരുന്നു നാറ്റോയിൽ. പിന്നെ പല ഇതുകളും അണ്ടർ സെക്രട്ടറി, യു എന്നിന്റെ അംബാസിഡർ എല്ലാമായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അവർക്ക് ഏകദേശം റഷ്യ ഭാഷ, ചൈനീസ് ഭാഷ, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഹിന്ദിയും അറിയാമെന്നൊക്കെയാണ് പറയുന്നത്. അവർക്ക് ഏകദേശം എല്ലാ ഭാഷകളും അറിയാം. അവരിപ്പോ അവസാനമായി ഇന്ത്യയിൽ വന്നിട്ട് പോയത് 2022-ലാണ്. അതിന് എന്താണ് കാരണമെന്നുള്ളത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. പക്ഷേ അവരെ കുറിച്ച് പറയേണ്ടി വന്നത് അവർ അത്രയും മഹത് വ്യക്തിയായതുകൊണ്ടാണ്. അവര് ഏകദേശം ക്ലിന്റൺ, ബൈഡൻ, ഒബാമ, പിന്നെ നമ്മുടെ ഇദ്ദേഹം ബുഷ്, ഇവരുമൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുള്ള, ഇവരൊക്കെ കൂടെ ഇവരെല്ലാ പ്രസിഡന്റുമാരുമായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി പദവികൾ, അണ്ടർ സെക്രട്ടറി, അസിസ്റ്റന്റ്, അങ്ങനെ പല പദവികളിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. 35 മുതൽ 40 വർഷം വരെയുള്ള സുദീർഘമായ സേവനം അമേരിക്കയ്ക്ക് തന്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുള്ള വളരെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നുലാൻഡ്, വിക്ടോറിയ നുലാൻഡ്. ഇവരെ കുറിച്ച് നമ്മൾ എന്തിനാണ് പറയേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ വീരകഥകളെ കുറിച്ച് നമുക്കറിയാം. ധീര വനിതയാണെന്ന് ഞാൻ പറഞ്ഞു. അമേരിക്കയ്ക്ക് ഒരു ധീര വനിതയും ഒരു റോൾ മോഡലും അമേരിക്കക്കാർക്ക് എന്നും ചിന്തിക്കാവുന്നതിലും അപ്പുറം സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവരുടെ സംഭാവനകൾ എന്താണെന്ന് നമുക്ക് പുറകെ ചിന്തിക്കാം. ഇതിൽ ഇവർ കഴിച്ച ഏറ്റവും വലിയൊരു സംഭാവനയാണ് ലോകം യുക്രൈനിന്റെ രൂപത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുക്രൈനിന്റെ രൂപത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റഷ്യയിൽ നിന്നും വിഘടിച്ചു പോയ ഭാഗമാണ് ഉക്രൈൻ എന്നറിയാം. USSR നിന്നും വിഘടിച്ച ഭാഗമാണ് യുക്രൈൻ. അവർ വിഘടിച്ചിട്ടും അവരുടെ മിക്കവാറും വന്നിട്ടുള്ള ഗവൺമെന്റുകളെല്ലാം റഷ്യയുമായിട്ട് അനുഭാവമുള്ളവരായിരുന്നു. പ്രോ റഷ്യൻ ഗവൺമെന്റുകൾ എന്ന് പറയാം, പലതും, മുഴുവനായിട്ടല്ലെങ്കിൽ. പക്ഷേ ഇത് അങ്ങനെ പോയാൽ പറ്റില്ല. യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇവരെ കൂട്ടിമുട്ടിക്കണമെന്നും ഇവരൊരു പ്രോ റഷ്യൻ സ്റ്റൈലിൽ നിന്നും പ്രോ യൂറോപ്യൻ അല്ലെങ്കിൽ പ്രോ അമേരിക്കൻ സ്റ്റൈലിലേക്ക് മാറ്റണമെന്നും അമേരിക്കയുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. കാര്യം അവരുടെ ധാതു സമ്പത്ത്, പിന്നെ റഷ്യയുടെ ഒരു പാര, റഷ്യയുടെ അതിർത്തിക്ക് തൊട്ടടുത്ത് നിന്നൊരു പാര. ഇതിനു വേണ്ടി അമേരിക്ക പ്ലാൻ ചെയ്തതാണ് ഈ യുക്രൈനിനെ അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ പ്രോ ആക്കി മാറ്റുക, അല്ലെങ്കിൽ അവരുടെ അടിമയാക്കി മാറ്റുക. അതിനവർ ആ കൃത്യം നിർവഹിക്കാൻ അവർ കണ്ടെത്തിയ ഒരു മഹത് വ്യക്തിയാണ് ഈ പറയുന്ന വിക്ടോറിയ നുലാൻഡ്. ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുന്നു. ഇവരങ്ങോട്ട് ചെന്നു. 2013, 12, 11 കാലഘട്ടങ്ങളിലാണ് ഇവരങ്ങോട്ട് ചെന്നു. അവരുടെ പല കോൾ സന്ദേശങ്ങളും ഒക്കെ ഇന്ന് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അവർ പലപ്പോഴും ഈ യുക്രൈന്റെ അന്നത്തെ പ്രസിഡന്റിനെയൊക്കെ വിളിച്ചു പറയുന്നതും, നീ ഇന്നയാളെ മന്ത്രിയാക്കിയാൽ മതി, അല്ലെങ്കിൽ ഇന്നയാളെ എടുത്താൽ മതി എന്നൊക്കെ അവർ നിർദ്ദേശിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അത്തരത്തിലൊക്കെ പറയുന്ന ആക്രോശിക്കുന്ന ശബ്ദ സന്ദേശങ്ങളൊക്കെ ഇന്നും അവൈലബിൾ ആണ്. ഇവര് യുക്രൈനിൽ എന്താണ് കാണിച്ചതെന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. കാര്യം അവര് സ്ഥാപിച്ച് കൊണ്ടുവന്ന് അവിടുത്തെ റെജീമിന്റെ പൂർണ്ണമായ റെജീം ചേഞ്ച് ചെയ്തു. അവരവിടുത്തെ ഭരണം മുഴുവൻ മാറ്റി. അവർക്ക് മാത്രം ആവശ്യമുള്ള ഒരു പൊട്ടനെ, ഒരു പപ്പു, നമ്മുടെ ഉക്രൈനിയൻ പപ്പു എന്ന് പറയുന്ന ടിവികളിൽ കോമഡി പറഞ്ഞു നടന്ന കൊമേഡിയൻ, അവരെ അവിടുത്തെ ബുദ്ധിജീവിയായിട്ട് സൃഷ്ടിച്ചു വരും. അതിനുവേണ്ടി അവർ എത്ര കോടികൾ ഇറക്കിയിട്ടുണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് പല പുസ്തകങ്ങളിലും പറയുന്നത്. കോടാനുകോടികൾ അവിടുത്തെ ഭരണത്തിന്റെ നല്ലതാക്കാൻ വേണ്ടിയും അവിടുത്തെ ഡെമോക്രസിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭാരതത്തിന് തരുന്നുണ്ടല്ലോ പല കമ്പനികളും, സോറോസ് ഒക്കെ തന്നുകൊണ്ടിരുന്നത്. അതുപോലെ ഇത്തരത്തിലുള്ള പല NGOs വഴിയും അവിടെ പൈസ പമ്പ് ചെയ്ത് അവിടെ റെജീം ചേഞ്ച് നടത്തി. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഒരു കൊമേഡിയനെ അവൻ ബുദ്ധിമാനാണെന്ന് വരുത്തി തീർത്ത് അവന്റെ പ്രസൻസ്, മീഡിയയിലുള്ള പ്രസൻസ് വർദ്ധിപ്പിച്ച് അവൻ ആളുകൾക്ക് മറക്കാൻ പറ്റാത്തൊരു മുഖമാക്കി മാറ്റിയെടുത്തു. അവനെ ഇപ്പോ അവിടുത്തെ ഭരണാധികാരിയെ സ്ഥാപിച്ചു. ഭരണാധികാരി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ആ ഭരണാധികാരി ചെയ്യുന്നത് റഷ്യയുമായിട്ടുള്ള യുദ്ധമാണ് ചെയ്യുന്നത്. കഷ്ടമാർക്കാണ് ഉക്രൈനിലുള്ള സാധാരണ ജനങ്ങൾക്ക്. ഇതിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒന്നുമില്ല. എല്ലാം ഒരു ഡിപ്ലോമാറ്റിക് വേയിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു. കാര്യം ഇത് റഷ്യയെ ഒന്ന് ശോഷിപ്പിക്കണം, അതുപോലെ ഉക്രൈനിന്റെ അകത്തുള്ള മുഴുവൻ ധാതുവും നമുക്ക് കിട്ടണം എന്നുള്ള അമേരിക്കയുടെ പ്ലാനിന്റെ പ്രകാരമാണ് അവർ റെജീം ചേഞ്ച് കൊണ്ടുവരുന്നത്. എവിടെ കൊണ്ടുവന്നാലും ഇതാണ് അവരുടെ ലക്ഷ്യം. ഇതിന് ചുക്കാൻ പിടിച്ച, അല്ലെങ്കിൽ ഇതിന് മെയിൻ ആയിട്ട് അമേരിക്ക നിയോഗിച്ച ഒരു മഹത് വ്യക്തിയാണ് ഈ നുലാൻഡ്.
ഇനി ഇവരുടെ ഒരു വീരസാഹസ കഥകൾ കുറെ ഉണ്ട്, അനേകമുണ്ട്. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അനേകമുണ്ട്. അവരുടെ ഒരു വീരസാഹസ കഥകളോടെ ഞാൻ പറയാം ഇവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ ഈ അറബ് സ്പ്രിംഗ് ഇല്ലെങ്കിൽ അറബ് വസന്തം, നമ്മളൊക്കെ നമ്മുടെ മീഡിയൊക്കെ ഭയങ്കര ആഘോഷിച്ചാണ് അറബ് വസന്തം. അറബ് വസന്തം ലിബിയയും സിറിയയുമാണ് ഏറ്റവും നന്നായിട്ട് അനുഭവിച്ചത്, ആനന്ദിച്ചത്. അന്ന് ആനന്ദമായിരുന്നു. ഏകാധിപതിയെ തച്ചുടച്ചു, പിന്നെ ഗദാഫിയെ തല്ലിക്കൊന്നു. നമ്മുടെ മീഡിയക്കൊക്കെ ഒരു രോമാഞ്ചമായിരുന്നു ഗദാഫി തല്ലുകൊണ്ട് മരിക്കുന്നതും അല്ലെങ്കിൽ ഗദാഫിയെ അടിച്ചു കൊന്ന് റോട്ടിലിട്ടിരുന്നതും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ആനന്ദമായിരുന്നു നമ്മുടെ മീഡിയയിലുള്ള പലതും. പക്ഷേ അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അറബ് വസന്തം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഗദാഫി പിന്നെ അവിടുത്തെ പെട്രോളിയം വിഭവങ്ങൾ അല്ലെങ്കിൽ കമ്പനികളെല്ലാം നാഷണലൈസ് ചെയ്തപ്പോഴാണ് ഈ അറബ് വസന്തത്തിന്റെ ആവശ്യം അമേരിക്കയ്ക്ക് വന്നത്. ഈ അറബ് വസന്തത്തിന്റെ മെയിൻ പ്ലാനറാണ് ഈ പറയുന്ന നുലാൻഡ്, വിക്ടോറിയ നുലാൻഡ്. അതിന്റെ മെയിൻ പ്ലാനിങ് ഇവരുടെ കയ്യിലായിരുന്നു. അവര് ഗദാഫിയെ കൊലയ്ക്ക് കൊടുത്തു, അവരെ ആ രാജ്യങ്ങൾ കംപ്ലീറ്റ് ശിഥിലമാക്കി, തച്ചുടച്ചു. ഇന്ന് വരെ ഒരു പുല്ല് പോലും കുരുക്കാത്ത രീതിയിൽ ആ രാജ്യങ്ങൾ തകർന്ന് നാമാവിശേഷമായി, തോന്നിയവനെല്ലാം കയറി ഭരിക്കാമെന്നുള്ള അവസ്ഥയായി. ഇത് തന്നെയാണ് നാളെ ഉക്രൈനിന്റെ അവസ്ഥ. ഉക്രൈനിന്റെ കുറെ ഭാഗം റഷ്യ കൊണ്ടുപോകും, ഉക്രൈനിന്റെ കുറെ ഭാഗം അമേരിക്ക കൊണ്ടുപോകും, ഉക്രൈനിന്റെ കുറച്ച് ഭാഗത്ത് ആരെങ്കിലും പിച്ചെടുക്കുമാതിരി കിടന്ന് ജീവിക്കും, വേണമെങ്കിൽ കുറച്ച് പോളണ്ട് കൊണ്ടുപോകും, അങ്ങനെ പലരും കൊണ്ടുപോകും. ഉക്രൈനിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇവരെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു പേര് രാക്ഷസി എന്നാണ്. മനസ്സിലായത്? രാക്ഷസി. എവിടെ ചെന്നും രക്തം കുടിച്ച് ആ രാജ്യങ്ങളെ തച്ചുടച്ച് ഇവർ പോകുന്ന വഴി മുഴുവൻ നാശത്തിന്റെ വിത്തുകൾ മുളപ്പിച്ചിട്ടാണ് അവർ പോകുന്നത്. ഇവർ പോകുന്ന വഴി മുഴുവൻ തച്ചുടച്ച് നശിപ്പിച്ച് അവിടെ ഭാവിയിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ പോലും ഒരു പുൽ നാമ്പ് പോലും കുരുക്കാത്ത രീതിയിൽ അവിടുത്തെ ജനതകളെ കൂട്ടക്കുരുതി നടത്തിയാണ് അവർ കടന്നു പോകാറുള്ളത്. അത് നമ്മളിപ്പോൾ ഉക്രൈനിൽ കാണുന്നു. അറബ് വസന്തത്തിന്റെ പേരിൽ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്, സിറിയയിലും ലിബിയയിലും കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ ആ രാജ്യങ്ങൾ കരയേറിയിട്ടില്ല. അല്ലാതെ ഇവർക്ക് കുറെ ഉദ്യമങ്ങൾ ഇഷ്ടംമാതിരി അമേരിക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ നമ്മുടെ ട്രംപ് വന്ന ശേഷം ഇവരെവിടെയാണെന്നുള്ള കാര്യം വളരെ സംശയമായിരുന്നു. ഇവരെ കുറിച്ച് നേരത്തെ അറിയായിരുന്നു, പക്ഷെ ട്രംപ് വന്ന ശേഷം ഭയങ്കര സംശയമായിരുന്നു. നമ്മുടെ രാഹുൽ ഗാന്ധി പല സ്ഥലങ്ങളിലും പോകും, പല ആൾക്കാരെയും കാണുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കാറുണ്ട്. അപ്പൊ പലപ്പോഴും ഒരു ക്യൂരിയോസിറ്റിക്ക് ഇങ്ങനെ അന്വേഷിക്കാറുണ്ട്, ഇങ്ങനെയുള്ള ആരെങ്കിലും അവിടെയൊക്കെ കാണും. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കൊളംബിയയിലെ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സ് ഇൻ കൊളംബിയ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ പബ്ലിക് അഫയേഴ്സിന്റെ പ്രൊഫസറാണ് ഈ പറയുന്ന നുലാൻഡ് പോൾ. ഇപ്പോ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏകദേശ കണക്ഷൻ വന്നു കൊടുക്കുന്നത്. പബ്ലിക് അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ മെയിൻ ആളാണ്, അവിടുത്തെ പബ്ലിക് അഫയേഴ്സ് പഠിപ്പിക്കുന്ന പ്രൊഫസറാണ് ആര്? ഈ നുലാൻഡ്. അമേരിക്കയിലെ സേവനങ്ങളൊക്കെ ചെയ്തു, ഏകദേശം കുറെ രാജ്യങ്ങളെ കുട്ടിച്ചോറാക്കി, എല്ലാം ചെയ്തിട്ട് ഇപ്പൊ മനസമാനം വന്നു. ഉക്രൈനിൽ താണ്ടെ ഇപ്പോ മരിച്ചു കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യം. അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ചേച്ചി ഉള്ളത് കൊളംബിയയിലാണ്, ഈ പറയുന്ന സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ ഒക്കെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഇപ്പൊ നടക്കുന്ന യൂണിവേഴ്സിറ്റി സന്ദർശനങ്ങൾ. ഈ യൂണിവേഴ്സിറ്റി സന്ദർശനങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ രാഹുൽ ഗാന്ധി തിരിഞ്ഞെന്ന് ചോദിക്കും, എന്റെ നരേന്ദ്രമോദി എത്ര യൂണിവേഴ്സിറ്റി വിളിച്ചു, എന്നതാ എവിടെയെല്ലാം വിളിക്കുന്നുണ്ട്, ഞാൻ ഇവിടെയൊക്കെ പ്രസംഗിക്കും, ഞാനാണ് ബുദ്ധിമാൻ എന്ന് ഇന്ത്യയിലുള്ള യുവതലമുറയ്ക്ക് ഒരു ബോധ്യം വന്നോട്ടെ എന്നുള്ളതിന്റെ ഒരു പാരപ്പണിയാണ് ഈ നടക്കുന്ന യൂണിവേഴ്സിറ്റി സന്ദർശനങ്ങൾ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മുടെ കാരണഭൂതൻ, കേരളത്തിൽ കാരണഭൂതൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണഭൂതൻ അമേരിക്കയിൽ ചെന്ന് സ്ക്വയറിന് അവിടുത്തെ പിന്നെ സ്ഥലത്തിന്റെ പേര് മറന്നില്ല, ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇരുമ്പ് കസേരയും വലിച്ചിട്ടിരുന്ന കഥയാറുന്നുണ്ടല്ലോ, ഇത് തന്നെയാണ് ചേട്ടന്റെയും പണി. ഈ പറയുന്ന ഞാൻ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്ന യൂണിവേഴ്സിറ്റി പോയിട്ടും ഈ പറയുന്ന SIPC അങ്ങനെയാണോ, സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സ്, ഈ യൂണിവേഴ്സിറ്റി പോയിട്ടുമൊക്കെ അവിടുത്തെ ഹോള് വാടകയ്ക്ക് എടുത്ത് അവിടെ പൈസ കൊടുത്ത് ആളെ ഇരുത്തി ബിരിയാണിയും സാമ്പാറും ഒന്നും അവിടെ ചെലവാവില്ല, അവർക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ വിളമ്പി അവർക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് പാർട്ടിയൊക്കെ കൊടുത്ത് ആളെ പൈസ കൊടുത്ത് വിളിച്ചിരുത്തി ചോദ്യം എഴുതി നേരത്തെ കൊടുത്ത് ഒക്കെ ചെയ്യുന്ന ഒരു കാട്ടിക്കുട്ട് പരിപാടിയാണിത്. ഒരു യൂണിവേഴ്സിറ്റിയും ക്ഷണിച്ചിട്ടൊന്നുമില്ല, ഇവരവിടെ ചെന്ന് ഹാളുകൾ ബുക്ക് ചെയ്തു. അതിന് ഇയാൾക്ക് കളമൊരുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്, ഇപ്പൊ കൊളംബിയയിലുള്ള ഇയാളുടെ സന്ദർശനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ നുലാൻഡാണ്, ഈ വിക്ടോറിയ നുലാൻഡാണ്. വിക്ടോറിയ നുലാൻഡ് എന്തിനാ രാഹുൽ ഗാന്ധി ഇവിടുന്ന് വിളിച്ചു വരുത്തി അവിടെ ഈ പണിയൊക്കെ ഒപ്പിക്കണം? കാരണമുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രധാന ഉപദേശകരിൽ ഒരാളാണ് ഈ വിക്ടോറിയ നുലാൻഡ്. ഈ രാക്ഷസി ലോകം മുഴുവൻ വിപത്തുകളും പിന്നെ ബോംബുകളും മാത്രം വർഷിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് മുന്നേറിയ ഈ രാക്ഷസിയാണ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകർ.
രാഹുൽ ഗാന്ധിക്ക് ഇവരെ കാണാൻ പോകുന്നു ഇന്ത്യയിൽ അട്ടിമറി നടത്താൻ വേണ്ടി പ്ലാനിങ് നടത്തണം, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലുള്ള വിപ്ലവങ്ങൾ നടത്തി ഇന്ത്യയെ നശിപ്പിക്കണം, അതിനുവേണ്ടി ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റികളിൽ രാഹുൽ ഗാന്ധി ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നു എന്നുള്ള വ്യാജേന ഇത്തരത്തിൽ എവരെ കണ്ട് സംസാരിക്കാനും അവിടെ പുതിയ പ്ലാനുകളുമായിട്ട് അടുത്ത് ഇനി ഹൈഡ്രജൻ ബോംബുമായിട്ട് വരണമല്ലോ. പിന്നെ ആറ്റം ബോംബൊക്കെ പൊട്ടിച്ചു, ഹൈഡ്രജൻ ബോംബ് പൊട്ടി ആദ്യത്തെ ചീറ്റി, ഇനിയും പുതിയ എന്തെങ്കിലും വലിയ ബോംബുണ്ടോ എന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വിക്ടോറിയ ന്യൂലൻഡിലെ കാണാൻ വേണ്ടി ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി ഇവിടെ ചെന്നിരിക്കുന്നു, കൊളംബിയയിൽ ചെന്നിരിക്കുന്നു. അവരുടെ പ്ലാനിങ് വേറൊന്നുമില്ല. നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ തലപൊക്കി വരുന്ന മുസ്ലിം ഹിന്ദു സംഘർഷം, ഇതൊരു ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ. ദസറ വന്നു കഴിഞ്ഞു, ഇനി ദീപാവലി വരാൻ പോകുന്നു, അത് കഴിയുമ്പോൾ ഫെസ്റ്റിവൽ സീസൺ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ മാസങ്ങളെല്ലാം ഫെസ്റ്റിവൽ സീസൺ ആണ്. ഓഗസ്റ്റ് തൊട്ട് തുടങ്ങി നമുക്കൊരു ഡിസംബർ വരെ ഫെസ്റ്റിവൽ നിരന്തരമുള്ള ഒരു സീസൺ ആണ്. അപ്പോ ഈ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടാക്കുക, പ്രത്യേകിച്ചും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. അതിന് നിങ്ങൾ പലയിടത്തും കാണുന്നു. ഇപ്പൊ കട്ടക്കിൽ, ഒറീസയിൽ കണ്ടു, UP-യിൽ കണ്ടു, ബറേലിയിൽ UP-യിൽ കണ്ടു. ഇതേ സാധനം സൗത്തിലോട്ട് വരുമ്പോൾ സൗത്തില് ഇത് സംഘർഷം വരുത്തേണ്ടത് ദ്രാവിഡ ആര്യൻ എന്ന് പറഞ്ഞ സംഘർഷം, അതിന്റെ ബേസിക് റീസൺ ക്രിസ്ത്യാനിറ്റിയെ വെച്ചിട്ട് കളിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്നുണ്ട്. പിന്നെ എവിടെ കാണുന്നു? ക്രിസ്ത്യൻ സംഘർഷം, ട്രൈബൽ സംഘർഷം നമ്മൾ നോർത്ത് ഈസ്റ്റിൽ കാണുന്നു. അതിന്റെ കഥ നമുക്ക് പിന്നീട് പറയാം. പക്ഷേ ഇപ്പൊ പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോ നമ്മുടെ വാഞ്ചു, നമ്മുടെ ലേയിലെ പ്രശ്നം, ഇതിനൊക്കെ ഉപജ്ഞാതാക്കളായിട്ടുള്ള ആൾക്കാർ ഇവരാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ ഏജൻസീസ് ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ രാഹുൽ ഗാന്ധി ഒന്ന് അറസ്റ്റ് ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ഒന്ന് പിടിച്ചകത്തിട്ട് മര്യാദ പഠിപ്പിക്കുന്നില്ല എന്ന് ഒരു ചിന്തിച്ചു പോകുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ ഒരു സർവനാശം കൊണ്ടുവരാൻ, ഒരു സർവമയമായ ലഹളമയമാക്കി, ഇവിടെ ഒരു മനസമാധാനമില്ലാതെ നമ്മുടെ വളർച്ചയെ എല്ലാം മുരടിപ്പിച്ച് ശിഥിലമാക്കി, വിഘടിപ്പിച്ച്, ഇല്ലാതാക്കി, ഇല്ലായ്മ ചെയ്ത് തീർക്കാനുള്ള ശ്രമത്തിലാണ് ഈ രാഹുൽ ഗാന്ധി. അതിനാണ് ഈ പറയുന്ന രാക്ഷസിമാരെയും താടകമാരെയൊക്കെ കാണാൻ വേണ്ടി രാഹുൽ ഗാന്ധി പല രാജ്യങ്ങളിൽ നടക്കുന്നത്. തിരിച്ചു വന്നാൽ ഉടനെ ഈ താടകയുടെ നിന്ന് കിട്ടുന്ന ഉപദേശപ്രകാരം ഇവിടെ ഒരു ബോംബ് പൊട്ടിക്കാൻ തയ്യാറായിട്ടാണ് വരുന്നത്. ഇനി കൂടുതൽ കഥകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.